ബംഗ്ലാദേശ് വീണ്ടും ഒരു അഗ്നിപർവ്വതമായി മാറിയിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിനു ശേഷം ശാന്തമാകുമെന്ന് കരുതിയ ബംഗ്ലാദേശിൽ ഇപ്പോൾ വീണ്ടും വയലൻസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണ പ്രതിഷേധത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഷെരീഫ് ഒസ്മാൻ ഹാദി എന്ന യുവ നേതാവാണ്. ഇയാളുടെ കൊലപാതകത്തിന് പിന്നാലെ ബംഗ്ലാദേശിലെ തെരുവുകളിൽ മുഴങ്ങുന്നത് തീവ്രമായ ആന്റി ഇന്ത്യ സ്ലോഗൻസ് ആണ്. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെ സത്യം? ഇന്ത്യ ഇതിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ഷെരീഫ് ഒസ്മാൻ ഹാദി ആരാണെന്ന് നോക്കാം. ബംഗ്ലാദേശിലെ ഇൻക്വിലാബ് മഞ്ച എന്ന സംഘടനയുടെ കൺവീനറും യുവ നേതാവുമായിരുന്നു ഷെരീഫ് ഒസ്മാൻ ഹാദി. കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നായിരുന്നു ഇദ്ദേഹത്തിനത്. ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയെ ബാൻ ചെയ്യണമെന്ന് ഏറ്റവും ശക്തമായി വാദിച്ച വ്യക്തി. വരാനിരിക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ധാക്ക 8 മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഹാദി. സംഭവം നടക്കുന്നത് ഡിസംബർ 12-നാണ്. ധാക്കയിലെ ബിജോയ് നഗറിൽ വെച്ച് ബൈക്കിലെത്തിയ അക്രമികൾ ഷെരീഫ് ഹാദിയെ വെടിവെച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തിനെ ഉടൻ തന്നെ സിംഗപ്പൂരിലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. എന്നാൽ 6 ദിവസം മരണത്തോട് പൊരുതിയ ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച ഷെരീഫ് ഹാദി ലോകത്തോട് വിട പറഞ്ഞു. ഈ വാർത്ത പുറത്തു വന്നതോടെ ബംഗ്ലാദേശ് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങൾ വെറും ഒരു വൈകാരിക പ്രതികരണം മാത്രമല്ല, ഇതിനു പിന്നിൽ വ്യക്തമായ ചില രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യക്കെതിരെ എന്ന ചോദ്യം കോംപ്ലിക്കേറ്റഡ് ആകുന്നത് ഇവിടെയാണ്. ഷെരീഫ് ഹാദി എപ്പോഴും ഇന്ത്യയുടെ കടുത്ത വിമർശകനായിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് അദ്ദേഹം നിരന്തരം ആരോപിച്ചിരുന്നു. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ പ്രതികൾ ഇന്ത്യയിലേക്ക് കടന്നുവെന്ന അഭ്യൂഹമാണ് ഇപ്പോൾ ഈ വൻ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. പ്രതികളിൽ ഒരാൾ ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയിലെ അംഗമാണെന്നും അയാൾ ഇന്ത്യയിൽ ഒളിവിലാണെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ഇതോടെയാണ് ധാക്കയിലെയും ചിറ്റഗോങ്ങിലെയും ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയതും ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതും. അടുത്തതായി ഷെയ്ഖ് ഹസീനയുടെ സാന്നിധ്യം. അതായത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നത് ബംഗ്ലാദേശിലെ വലിയൊരു വിഭാഗം ജനങ്ങളിൽ അമർഷമുണ്ടാക്കുന്നുണ്ട്. അവരെ വിട്ടു നൽകണമെന്ന ആവശ്യം ഹാദിയുടെ മരണത്തോടെ വീണ്ടും ശക്തമായി. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ബംഗ്ലാദേശിലെ പ്രധാന മാധ്യമങ്ങളായ പ്രോതോം ആലോ, ഡെയിലി സ്റ്റാർ എന്നിവയുടെ ഓഫീസുകൾ പ്രതിഷേധക്കാർ ആക്രമിച്ചു. ഈ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയോട് മൃദസമീപനം കാണിക്കുന്നു എന്ന് ആരോപിച്ചാണ് അവയുടെ ഓഫീസുകൾക്ക് തീയിട്ടത്. ഇത് ബംഗ്ലാദേശിലെ ഇന്ത്യൻ ആധിപത്യത്തിനെതിരായ പോരാട്ടമായി പ്രക്ഷോഭകാരികൾ ചിത്രീകരിക്കുകയാണ്. അന്തരീക്ഷം വല്ലാതെ മോശമായതോടെ ബംഗ്ലാദേശ് ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് രാജ്യത്ത് ഒരു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. സമാധാനം പാലിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ചിറ്റഗോങ്ങിലെയും അതുപോലെ രാജ്ഷായിലെയും ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈ കമ്മീഷണറുകൾക്ക് നേരെ കല്ലേറും പ്രതിഷേധവും ഉണ്ടായി. സാഹചര്യം മോശമായതോടെ ഇന്ത്യ ബംഗ്ലാദേശിലെ വിസ സേവനങ്ങൾ പലയിടത്തും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ശരിക്കും ഈ പ്രതിഷേധം വെറും ഒരു നിമിഷത്തെ ദേഷ്യമല്ല. ആന്റി ഇന്ത്യനിസം ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് പോലെയായി പടരുകയാണ്. ഷെരീഫ് ഹാദി കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്നാണ്. പ്രത്യേകിച്ച് ഇൻക്വിലാബ് മഞ്ച പോലുള്ള സംഘടനകൾ ഇന്ത്യയെ ഒരു ശത്രു രാജ്യമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഹാദിയുടെ കൊലയാളികളെ ഇന്ത്യ തിരികെ നൽകുന്നതുവരെ ഹൈക്കമ്മീഷൻ അടച്ചിടണമെന്നാണ് ഇവരുടെ ആവശ്യവും. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായ മറുപടി വന്നിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇന്ത്യ ഒരിക്കലും ഒരു അയൽ രാജ്യത്തെയും അസ്ഥിരതപ്പെടുത്താൻ ശ്രമിക്കില്ല എന്നും ഇത്തരം കുപ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഡൽഹിയുടെ നിലപാട്. എങ്കിലും ബംഗ്ലാദേശിലെ ഈ ഇലക്ഷൻ സമയത്തെ അസ്ഥിരത ഇന്ത്യക്ക് വലിയൊരു ചലഞ്ച് തന്നെയാണ്. ബംഗ്ലാദേശ് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ജനാധിപത്യ സർക്കാരിലേക്ക് മടങ്ങുമോ അതോ ഈ വയലൻസ് തുടരുമോ? ഇന്ത്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? എന്തുതന്നെയാണെങ്കിലും ബംഗ്ലാദേശിലെ ഈ അസ്ഥിരത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ്. ഇന്ത്യ ഈ ആരോപണങ്ങൾ പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എങ്കിലും തെരുവിലെ ആവേശം തണുപ്പിക്കാൻ ബംഗ്ലാദേശ് സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹാദിയുടെ മരണം ഒരു പൊളിറ്റിക്കൽ ടേണിംഗ് പോയിന്റായി മാറുമോ എന്ന് നമുക്ക് കണ്ടറിയണം.